നമ്മൾ മലയാളികൾക്ക് സ്വർണം എന്ന് പറഞ്ഞാൽ അതൊരു വികാരമാണ്. ആഭരണമായി സ്വർണം വാങ്ങാൻ നമുക്ക് എപ്പോഴും താല്പര്യമാണ്. എന്നാൽ ഒരു സമ്പാദ്യമായി കാണുമ്പോൾ സ്വർണം വാങ്ങുന്നത് ലാഭമാണ്. ജ്വല്ലറിയിൽ പോയി സ്വർണം വാങ്ങുമ്പോൾ വലിയൊരു തുക പണിക്കൂലിയായി നൽകേണ്ടി വരുന്നു. അത് വിൽക്കുമ്പോൾ ആ പണം നമുക്ക് തിരികെ ലഭിക്കില്ല. കൂടാതെ ഇത് സുരക്ഷിതമായി സൂക്ഷിക്കാൻ ലോക്കർ സൗകര്യവും വേണം. ഇവിടെയാണ് ഡിജിറ്റൽ രീതിയിലുള്ള സ്വർണ്ണ നിക്ഷേപങ്ങൾ പ്രസക്തമാകുന്നത്. 2026 സ്വർണത്തോടൊപ്പം തന്നെ വെള്ളിക്കും വലിയ ഡിമാൻഡുണ്ട്. എന്നാൽ വെള്ളിക്കട്ടികളോ നാണയങ്ങളോ വാങ്ങി സൂക്ഷിക്കുക എന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടാണ്. ഇതിനൊരു ലളിതമായ പരിഹാരമാണ് മ്യൂച്വൽ ഫണ്ടുകൾ. മ്യൂച്വൽ ഫണ്ടുകൾ വഴി എങ്ങനെ വെള്ളിയിലും സ്വർണത്തിലും പണം ഇടാം എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഗോൾഡ് ETF അല്ലെങ്കിൽ സിൽവർ ETF എന്നിവയെക്കുറിച്ചാണ്. ഇവ സ്വർണത്തിന്റെയോ വെള്ളിയുടെയോ വിലയെ നേരിട്ട് പിന്തുടരുന്ന ഫണ്ടുകളാണ്. 1 ഗ്രാം സ്വർണത്തിന്റെ വിലയ്ക്ക് തുല്യമായ യൂണിറ്റുകൾ നമുക്ക് വാങ്ങാം. ഇതിനായി ഒരു ഡിമാറ്റ് അക്കൗണ്ട് നമുക്ക് ആവശ്യമാണ്. നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട. അതിനായി ഫണ്ട് ഓഫ് ഫണ്ടുകൾ ലഭ്യമാണ്. സാധാരണ മ്യൂച്വൽ ഫണ്ടുകൾ പോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ പണമിടാം. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വഴി നേരിട്ട് ഇതിലേക്ക് പണം മാറ്റാം. മാസത്തിലൊരിക്കൽ ചെറിയ തുക മാറ്റിവെക്കുന്ന SIP രീതിയും ഇവിടെ സാധ്യമാണ്. ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് സ്വർണവും വെള്ളിയും ഒരുമിച്ച് വാങ്ങുന്നതെന്ന്. ഇതിനായി മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടുകളും ഇപ്പോൾ ലഭ്യമാണ്. ഈ ഫണ്ടുകൾ നിങ്ങളുടെ പണം ഓഹരികളിലും സ്വർണത്തിലും വെള്ളിയിലും ഒരുപോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ സഹായിക്കും. വിപണിയിൽ ഒരു വിഭാഗം മോശമായാൽ മറ്റൊന്ന് നിങ്ങളുടെ സമ്പാദ്യത്തെ സംരക്ഷിക്കുകയും ചെയ്യും. 2026 കണക്കുകൾ പരിശോധിച്ചാൽ വെള്ളിയുടെ ഉപയോഗം വ്യവസായ മേഖലയിൽ വർദ്ധിച്ചിട്ടുണ്ട്. സോളാർ പാനലുകളിലും ഇലക്ട്രിക് വാഹനങ്ങളിലും വെള്ളി വലിയ തോതിൽ ഉപയോഗിക്കുന്നു. അതിനാൽ വെള്ളിയുടെ വിലയിൽ ഭാവിയിൽ നല്ല മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. മ്യൂച്വൽ ഫണ്ടുകൾ വഴി സ്വർണത്തിലും വെള്ളിയിലും പണം ഇടുന്നതിന്റെ പ്രധാന ഗുണമാണ് അതിന്റെ ലിക്വിഡിറ്റിയാണ്. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ നിമിഷ നേരം കൊണ്ട് ഇത് വിൽക്കാൻ സാധിക്കും. പണിക്കൂലിയോ മറ്റ് അധിക ചിലവുകളോ ഇവിടെ വരുന്നില്ല. കൂടാതെ തന്നെ സ്വർണത്തിന്റെ പരിശുദ്ധിയിൽ പേടിക്കുകയും വേണ്ട. നിങ്ങളുടെ ആകെ സമ്പാദ്യത്തിന്റെ ഒരു 10 മുതൽ 15% വരെ ഇത്തരം ലോഹങ്ങളിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയ്ക്ക് ഒരു സുരക്ഷാ കവചം നൽകും. നിങ്ങൾ ഒരു നിക്ഷേപം തുടങ്ങുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മ്യൂച്വൽ ഫണ്ടുകൾക്ക് ചെറിയൊരു മാനേജ്മെന്റ് ഫീ ഉണ്ടാകും. അത് എത്രയാണെന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. കൂടാതെ വിപണിയിലെ മാറ്റങ്ങൾ നിങ്ങളുടെ നിക്ഷേപത്തെ ബാധിക്കാം. അതിനാൽ പണം ഇടുന്നതിന് മുൻപ് കൃത്യമായി പഠിക്കുക. ഈ വീഡിയോ അറിവിലേക്ക് മാത്രമുള്ളതാണ്. ഇതൊരു നിക്ഷേപ നിർദ്ദേശമല്ല. നിക്ഷേപങ്ങൾ സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാത്രം നടത്തുക. പണം ഇടുന്നതിന് മുൻപ് നിങ്ങളുടെ സാമ്പത്തിക ഉപദേഷ്ടാവുമായി ചർച്ച ചെയ്യുക. സ്വർണത്തിലോ വെള്ളിയിലോ നിങ്ങൾക്ക് നിക്ഷേപമുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ സാമ്പത്തിക വാർത്തകൾക്കും അറിവുകൾക്കുമായി ഇക്കണോമിക് ടൈംസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.